അവളെ അയച്ച് നിന്നെ വളയ്ക്കാൻ പറഞ്ഞപ്പോ നീ എന്നെ വളയ്ക്കുന്നോടാ ഗേ നായിന്റെ മോനെ. Target low. You got the gun of your terrorists. We are very proud of you. 1 minute. എന്താടാ ചോദിച്ചത്? വൈ ഇന്ത്യൻ ഗേൾസ് ആർ ഡാർക്ക് എന്നല്ലേ? നിങ്ങളുടെ സായിപ്പന്മാർ വന്ന് രാത്രി വാതിലിൽ മുട്ടിയപ്പോ ഞങ്ങൾ തുറക്കാതിരുന്നില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ളത്. വെക്കുമോളെ വെടി. Hello. Man in the custody about to die. What? Situation is getting very worst. We need you now. I'll be there. Unbelievable. One man in custody and you cannot even keep him alive? He died halfway through testimony. There's so much pressure from headquarters. Sorry. What sorry? Play the video. ഇത്രയും വർഷം പറയാത്തത് ഇപ്പൊ പറയാൻ പോകുന്നു. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സഹിക്കാവുന്നതിലപ്പുറമാ. ആദ്യത്തെ തവണ തന്നെ എന്റെ അച്ഛൻ പറഞ്ഞതാ, മൈക്കിളിനെ കണ്ടപ്പോ തന്നെ അവൻ എന്തോ ആണെന്ന്. എല്ലാത്തിന്റെ തുടക്കം മധുരയിൽ നിന്നാ. മൈക്കിൾ എന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. അവൻ ബന്ധുക്കളായി അവൻ ആരും തന്നെ ഇല്ലായിരുന്നു. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ചാ വളർന്നത്. സെന്താമരയ്ക്ക് വേണ്ടിയായിരുന്നു ഞങ്ങൾ ജോലി ചെയ്തത്. മൈക്കിൾ മധുര മൈക്കിളായി വളർന്നു. പക്ഷേ അവൻ ജയിലിലായി. സെന്താമര കാരണം. അവനെ പുറത്തിറക്കാൻ വേണ്ടി ഓരോ ജയിൽ പുള്ളികളുടെയും വീട്ടിൽ ഞങ്ങൾ കാശ് കൊടുത്തു. ശരിക്കും പറഞ്ഞ പോലീസിന് കാശ് കൊടുത്തിട്ടല്ലേ പുറത്തിറക്കുക. പക്ഷേ ഇവനെ പുറത്തിറക്കാൻ ജയിൽ പുള്ളികൾക്കാണ് കാശ് കൊടുത്തത്. എന്തിനാണെന്നാൽ അവനും സെൽവിയും ജീവിക്കാൻ വേണ്ടി.